ഇന്ന് ഞാൻ വന്നേക്കണതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, പിന്നെ 3 ടേബിൾ സ്പൂൺ തൈരും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഈ മസാല എല്ലാം കൂടി ഉണ്ടല്ലോ നല്ലതായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ ആണ്. ഇതിലോട്ട് ഈ മസാല ഇടുക. ഒരു 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നല്ലൊരു മണത്തിനും ഗുണത്തിനും വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പരന്ന പാൻ ആട്ടോ അടുപ്പത്ത് വെക്കേണ്ടത്. നമ്മൾ ചിക്കൻ വറുത്തെടുക്കാൻ പോവാണേ. ചിക്കൻ വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോരോ ചിക്കനായിട്ട് വിടർത്തി അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് നല്ലതായിട്ട് മുരിഞ്ഞൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ തിരിച്ചിടാം കേട്ടോ. അങ്ങനെ 2 സൈഡും നല്ലതായിട്ട് മുരിഞ്ഞ് ചിക്കൻ നല്ലതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. കണ്ടോ, ഇത് ഏകദേശം നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാമേ. ഈ പാനിലോട്ടെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിയുടെ ഹാഫ് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കണേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടേ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ഇതെല്ലാം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. അങ്ങനെ നമ്മളിത് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരുപാട് മസാലയൊന്നും ഇട്ട് കൊടുക്കണ്ടേ. ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയും ചിക്കനും കൂടി നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യണേ. ചിക്കനിലോട്ട് എല്ലാ മസാലയും പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇതെല്ലാം മസാല എല്ലാം കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചെറു തീയിലിട്ട് നമ്മൾ വരട്ടി എടുക്കണേ. അങ്ങനെ ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾക്ക് വരട്ടി കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും ഗരം മസാല എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് കറക്റ്റ് ഉപ്പൊക്കെ ആയിരുന്നു, മസാല എനിക്ക് ഇനി കറക്റ്റ് ആയിരുന്നു എനിക്ക് മസാല. അപ്പൊ കണ്ടോ, നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ.